അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ പലരും ചോദിച്ചു, ഒരുപാട് ഓൺലൈൻ മജ്‌ലിസുകൾ ഉണ്ടല്ലോ, എന്തിനാണ് അറിവിൻ നിലാവിനെ മാത്രം പറഞ്ഞത് എന്നുള്ളത്. കഴിഞ്ഞ കൊറോണ കാലത്താണ് ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ നമ്മുടെ നാട്ടിൽ സജീവമായി വന്നിട്ടുള്ളത്. ആ മജ്‌ലിസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ധാരാളം ലക്ഷക്കണക്കിന് ആളുകൾ പങ്കുചേരുകയും ഒരുപാട് ദിക്റുകൾ ചെല്ലുന്നു, അവരുടെ പ്രശ്നങ്ങൾക്ക് പ്രാർത്ഥനയിലൂടെ പരിഹാരം നേടുന്നു, ഒരുപാട് ചാരിറ്റികൾക്ക് ഭാഗവാക്കാകുന്നു. അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങൾ നിരന്തരം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ നാടുകളിലെ സ്ഥാപനങ്ങൾ വളരെയേറെ കഷ്ടത അനുഭവിച്ചപ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് നല്ല സഹായങ്ങൾ ചെയ്യാൻ പറ്റി. അങ്ങനെ തുടങ്ങി ഒരുപാട് നല്ല കാര്യങ്ങളെ ഇത്തരത്തിലുള്ള മജ്‌ലിസുകളെ കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് വിവാഹം നടത്താൻ പണമില്ലാതെ കഷ്ടത അനുഭവിക്കുന്നവർക്ക് വസ്ത്രം എത്തിച്ചു കൊടുത്തു, മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. മറ്റൊരു പ്രധാനപ്പെട്ടത്, നമ്മളൊക്കെ വെയിലും മഴയും കൊള്ളാത്ത ഒരു നല്ല അടിച്ചുറപ്പുള്ള വീട് എല്ലാവരുടെയും സ്വപ്നമാണ്. ആ സ്വപ്നം പൂവണിയുന്നതിന് വേണ്ടി കഷ്ടത അനുഭവിച്ച് വീടുണ്ടാക്കാൻ പണമില്ലാതെ വാടക വീട്ടിലും അതേപോലെ ചെറിയ പൊളിഞ്ഞു തകരാനായ വീട്ടിലൊക്കെ കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു. അവർക്കൊക്കെ നല്ല മനോഹരമായ വീടുണ്ടാക്കി കൊടുത്തു. അത് സാദാത്യങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു, സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തു. അതേപോലെ തന്നെ രോഗം വലിയ പ്രതിസന്ധിയാണ്. നമ്മുടെയൊക്കെ എത്ര വലിയ സാമ്പത്തിക ഭദ്രതയുണ്ട് എന്ന് പറഞ്ഞാലും വലിയ ഒരു രോഗം വന്ന് പിടിപെട്ടാൽ തീരാവുന്നതേയുള്ളൂ നമ്മുടെയൊക്കെ മനഃശക്തിയും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്തൊക്കെ. അങ്ങനെ സമ്പത്തില്ലാത്ത, രോഗം വന്ന് ചികിത്സിക്കാൻ മാർഗമില്ലാതെ കഴിഞ്ഞുകൂടിയ ഒരുപാട് ജനങ്ങൾക്ക്, ഒരുപാട് ആളുകൾക്ക് സഹായം എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. എന്നിരുന്നാലും നാം ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് നിരന്തരം വിമർശനങ്ങൾക്ക് വഴിയൊരുക്കുമ്പോൾ, ഒരു വിമർശനം കഴിഞ്ഞ് അടുത്ത വിമർശനങ്ങൾ വരുമ്പോൾ, അതല്ലെങ്കിൽ നിരന്തരം പരാതികൾ വരുമ്പോൾ, ആ പരാതികൾ തീർക്കാൻ വേണ്ടി നാം ശ്രമിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നാം വലിയ ഉന്നതിയിലെത്തുമ്പോൾ, നമുക്കൊരുപാട് ഉയർച്ചയുണ്ടാകുമ്പോൾ നമ്മളെ നിരന്തരം വിമർശിക്കാനും നമ്മളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും നമ്മളെ മുഖം കെടുത്താനൊക്കെ ഒരുപാട് ആളുകളുണ്ടാകും. അത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ നമ്മളാക്കിയവരെ അപമാനപ്പെടുത്തിയിട്ടല്ല ഒരിക്കലും നാം നമ്മുടെ ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. നിരന്തരം നമ്മളാക്കിയവർ നമ്മളെ ഉപദേശിക്കുമ്പോൾ ആ ഉപദേശം നമ്മൾ ചെവികൊള്ളുകയും അതിൽ നിന്ന് എന്തു പാഠമാണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത്, ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുമ്പോട്ട് നീങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകുന്നത്, സന്തോഷമുണ്ടാകുന്നത്, സമാധാനം ഉണ്ടാകുന്നത്. സമാധാനമില്ലാതെ നമ്മൾ നിരന്തരം വിമർശനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അല്ലെങ്കിൽ എന്തെങ്കിലും കളവുകൾ പറഞ്ഞ് നമ്മൾ മറ്റൊരു മാർഗം കണ്ടെത്തുമ്പോൾ അത് ശാശ്വതമാവുന്നില്ല. നമ്മളവിടെ പരാജയമായി മാറുകയാണ്. നിരന്തരം വിമർശനങ്ങൾ വരാത്ത എത്രയെത്ര മജ്‌ലിസുകളുണ്ട്. അറിവിൻ നിലാവിനെ സംബന്ധിച്ചിടത്തോളം നിരന്തരം വിമർശനങ്ങൾ വരുന്നുണ്ട്. ചിലതൊക്കെ ഇല്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ആ വിമർശനങ്ങൾ എന്തുകൊണ്ട് വരുന്നു, ആ വിമർശനങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് തങ്ങളുടെ ഗുരുക്കന്മാർ, തങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകൾ നൽകുന്ന ഉപദേശങ്ങളെ സ്വീകരിച്ച് മുമ്പോട്ട് പോകാൻ തയ്യാറായില്ല എന്നുള്ള ഒരു കാര്യം കൂടി അവിടെയുണ്ട്. ഒരു സംഘടന അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറയുമ്പോൾ, ആ സംഘടനയ്ക്കു കീഴിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ ആ സംഘടന മുമ്പോട്ട് വെക്കുന്ന ആശയങ്ങളെ, ആദർശങ്ങളെ ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആ ആശയങ്ങളെയും ആദർശങ്ങളെയൊക്കെ അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയിക്കാനും സാധിക്കുകയുള്ളൂ. പരിശുദ്ധമായ ഇസ്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുസരണയുള്ളവനായിരിക്കുക എന്നുള്ളതാണ്. ഒരുപാട് മജ്‌ലിസുകളുണ്ട്. ആ മജ്‌ലിസുകളും ഇതേപോലെ ചാരിറ്റികൾ നടത്തുന്നുണ്ട്, ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ആ പ്രവർത്തനങ്ങൾക്കൊന്നും ഇത്രത്തോളം വിമർശനങ്ങൾ വരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ വിമർശനങ്ങളിലെ യാഥാർത്ഥ്യങ്ങൾ, നല്ലതും തിന്മയും തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ, ആ വിമർശനങ്ങൾ വരുന്ന വഴികളെ അടയ്ക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വലിയ വിജയത്തിലെത്താൻ സാധിക്കും. വിമർശനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. നമ്മളാക്കിയവർ, നമ്മൾ വന്ന ആ വഴി അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. നമ്മളെ
ഇത്രയും അറിവ് പഠിപ്പിച്ചു തന്ന നമ്മളെ നമ്മളാക്കിയവരെ നാം അവരുടെ ഉപദേശങ്ങളെ ഉൾക്കൊള്ളേണ്ട സമയമുണ്ടാകും, സാഹചര്യങ്ങൾ ഉണ്ടാകും. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ, സമയങ്ങളിൽ അവരെ ഉൾക്കൊള്ളുകയും അവർ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് മാറ്റങ്ങൾക്ക് നമ്മൾ തയ്യാറാവുകയും ചെയ്യണം. ഒരു പരിധി വരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും. അള്ളാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ. നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള വഴികൾ അള്ളാഹു തആല നമുക്ക് എളുപ്പമാക്കി തരട്ടെ ഇൻഷാ അല്ലാഹ്.